ഹായ് എവരി വൺ, വെൽക്കം ടു അവർ ചാനൽ. ഇന്നൊരു ജിം വ്ളോഗാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ജിമ്മിലെത്തി. പിന്നെ നമ്മുടെ വർക്കൗട്ട് ഏതാ? ഇന്ന് നമ്മൾ ബാക്ക് വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് 4 വർക്കൗട്ടാണ് ഈ ബാക്കിന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ലാറ്റ് പുൾ ഡൗൺ, പിന്നെ വേറെ ഒരു യൂണിലാറ്ററൽ ലാറ്റ് പുൾ ഡൗൺ, പിന്നെ ബെൻഡ് ഓവർ റോ, പിന്നെ ഒരു ചെസ്റ്റ് സപ്പോർട്ടഡ് സീറ്റഡ് റോ. അപ്പോൾ ഇന്ന് അപ്പർ ബോഡി വർക്കൗട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഷൂ ഒക്കെ ഇട്ട് റെഡി ആവാൻ പോവാണ്. അതുമാത്രമല്ല, ഇന്ന് ഒരു ഉച്ച സമയമാണ്. അധികം ആൾക്കാരൊന്നും ജിമ്മിലില്ല. അതുകൊണ്ട് നമുക്ക് നല്ല വിശദീകരിച്ച് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലം ബാംഗ്ലൂരാണ്, എക്സാക്ട്ലി കോർമംഗലയാണ്. ഇവിടെ തൊട്ടടുത്താണ് നമ്മുടെ ജിമ്മുള്ളത്. അപ്പോൾ നമുക്ക് വരാനും പോകാനൊക്കെ ഈസിയാണ്. അങ്ങനെ ഞങ്ങൾ വർക്കൗട്ടിന് വേണ്ടിയിട്ട് എത്തി. ഇനി വർക്കൗട്ട് ഒരു മണിക്കൂർ ഉണ്ടാവും. അപ്പോൾ 1 മണിക്കൂർ വർക്കൗട്ട് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവും. അതിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ശരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വർക്കൗട്ടായിട്ടുള്ളത് ലാറ്റ് പുൾ ഡൗൺ ആണ്. ആദ്യം ബോഡിയൊക്കെ നന്നായിട്ട് വാമപ്പ് ചെയ്തതിന് ശേഷം ഒരു വാമപ്പ് സെറ്റ്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ക്ലോസ് ഗ്രിപ്പ് ലാറ്റ് പുൾ ഡൗൺ ആണ്. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു ക്ലോസ് ഗ്രിപ്പാണ് ഈ ലാറ്റ് പുൾ ഡൗണിന് വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ ഇടയ്ക്ക് വന്ന് എന്തോ പറയുന്നുണ്ട്, പക്ഷെ എനിക്കത് എന്താണെന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പ്രിഫറബിളി എപ്പോഴും ഞാനൊരു ക്ലോസ് ഗ്രിപ്പ് ആയിരിക്കും ലാറ്റ് പുൾ ഡൗൺ ആണ്. ഇപ്പോൾ ഇതൊരു വാം സെറ്റാണ്. വാം സെറ്റ് ആ മസിൽ നന്നായിട്ടൊന്ന് വാം ചെയ്യാനായിട്ട് വർക്കിംഗ് സെറ്റിന് മുന്നേ ആയിട്ട് വാം സെറ്റ് ഞാൻ എല്ലാ വർക്കൗട്ട് ഡേയ്സിനും ചെയ്യാറുണ്ട്. അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വാമപ്പ് സെറ്റാണ്. ഞാൻ ലൈറ്റ് വെയ്റ്റിലാണ് ചെയ്യുന്നത്. അത് മെഷീൻ ആദ്യം അഡ്ജസ്റ്റ് ചെയ്തിട്ട്, ബെഞ്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട്, വെയ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ യൂഷ്വലി ചെയ്യുന്നതിനേക്കാട്ടിലും ചെറിയൊരു വെയ്റ്റാണ് ഇന്ന് വാമപ്പായിട്ട് ചെയ്യുന്നത്. കാരണം ഞാൻ 2 വീക്ക് കണ്ടിന്യൂസ്ലി ജിമ്മിൽ വന്നിട്ടില്ല. അപ്പം ഞാൻ കുറേ റെസ്റ്റ് എടുത്തു. അതുകൊണ്ട് എനിക്ക് അത്രയ്ക്കൊരു സ്ട്രെങ്ത് എനിക്കിപ്പോൾ തോന്നുന്നില്ല. കാരണം കണ്ടിന്യൂസ്ലി ഇത്ര മുടങ്ങിയതുകൊണ്ട്. അത് മാത്രമല്ല, കാർഡിയോ മര്യാദയ്ക്ക് നടന്നില്ല. അതുകൊണ്ട് ഈ വർക്കൗട്ടിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ലാറ്റ്സിനെ ഫോക്കസ് ചെയ്യുന്ന വർക്കൗട്ട് ആയതുകൊണ്ട് തന്നെ എൽബോ ആണ് ഡ്രൈവ് ചെയ്യേണ്ടത്. ഒരിക്കലും ഹാൻഡിൽ താഴേക്ക് ഡ്രൈവ് ചെയ്യാൻ നോക്കരുത്. ഹാൻഡിൽ ആംസ് ഉപയോഗിച്ചിട്ട് താഴേക്ക് ഡ്രൈവ് ചെയ്താൽ കൂടുതലും ബൈസെപ്സും റിസ്റ്റ് എൻഗേജ്മെൻറ്റും ആയിരിക്കും ഉണ്ടാവുക. സോ എൽബോ ബോഡിയോട് ക്ലോസ് ആയിട്ട് താഴേക്ക് ഡ്രൈവ് ചെയ്യാൻ നോക്കും. പിന്നെ ഷോൾഡർ എപ്പോഴും ഡിപ്രസ് ചെയ്ത് താഴേക്ക് വെക്കുക. ഷോൾഡർ ഒരിക്കലും എലവേറ്റ് ചെയ്യരുത്. ചിലർ പുള്ളി ചെയ്ത് താഴേക്ക് വരുമ്പോൾ ഷോൾഡർ ഇങ്ങനെ പൊന്തിച്ച് വിടും. സോ അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ലാറ്റ്സിൻ്റെ എൻഗേജ്മെൻറ്റ് പറയുന്നത് ട്രാപ്സിലേക്കാവും. സോ ലാറ്റ്സിനെ ഫോക്കസ് ചെയ്ത് ഷോൾഡറും സ്കാപ്പുലയും ഡിപ്രസ് ചെയ്ത് വെച്ചിട്ട് ലാറ്റ്സിനെ ഫോക്കസ് ചെയ്ത് എൽബോ ഡ്രൈവ് ചെയ്യുക. ഓക്കെ. ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ടെൻഷൻ, അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര നല്ലൊരു ഫീലിംഗാണ് തരാം. അങ്ങനെ എൻ്റെ ഒരു സെറ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് 2 സെറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു വെയ്റ്റ് ലോസ് ജേർണിയിലും കൂടെയാണ്. കാരണം ഈ ഇയർ എൻഡ് ആവാറായി. അപ്പോൾ നമുക്ക് അതിനു മുമ്പ് ഒരു ഗോൾ ഉണ്ടായിരുന്നു, ഇത്ര വെയിറ്റ് കുറയ്ക്കണമെന്ന്. സത്യത്തിൽ എൻ്റെ വെയിറ്റ് കുറച്ച് ഓവറായിരുന്നു. അത് എനിക്ക് കുറയ്ക്കണം. 4 മന്തിനുള്ളിൽ നമുക്ക് കുറയ്ക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. സോ ഇൻ ബിറ്റ്വീൻ സെറ്റ്സ് നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുക. ഒരു 2 മിനിറ്റ്സ് ഒക്കെ റെസ്റ്റ് എടുത്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുക. ചെയ്യുമ്പം ഈ സീറ്റിൻ്റെ ഈ പാഡ് നന്നായിട്ട് തൈസ് അതിലേക്ക് ലോക്ക് ചെയ്യുന്ന മാതിരി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. പിന്നെ ലാറ്റ്സിന് വർക്കൗട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ മെയിനായിട്ടും വെർട്ടിക്കൽ പുൾസ്, ഹൊറിസോണ്ടൽ പുൾസിൻ്റെ പല വേരിയേഷൻസും ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന എപ്പോഴും ലാറ്റ്സിന് അതൊരു വൈഡ് ബാക്ക് നൽകാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്, എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടാണ്. സോ എപ്പോഴും വെർട്ടിക്കൽ പുൾസും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ പുൾസും ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഇതെൻ്റെ 3rd സെറ്റാണ്. അപ്പം ഞാൻ ഒന്നും കൂടെ വെയിറ്റ് കൂട്ടി. അപ്പോൾ എൻ്റെ ലാസ്റ്റ് സെറ്റിൽ കുറച്ചുകൂടെ വെയിറ്റ് കൂട്ടാൻ എനിക്ക് പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെയിറ്റ് കൂട്ടിയിട്ടാണ് ലാസ്റ്റ് സെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അതൊരു 15 റെപ്പ് ഞാൻ ചെയ്യാറുണ്ട്. 2 വീക്ക് റെസ്റ്റ് എടുത്തതുകൊണ്ട് എനിക്ക് പണ്ടത്തെ പോലെ ഇന്ന് വെയിറ്റ് എടുക്കാൻ അധികം പറ്റിയില്ല. അതുകൊണ്ട് 15 റെപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്കിന്ന് പറ്റിയില്ല. സാധാരണ ഞങ്ങൾ വീക്ക്ലി 5 to 6 ഡേയ്സ് അങ്ങനെയാണ് ഞങ്ങൾ വർക്കൗട്ട് ചെയ്യാറ്. ബാക്കിയുള്ള ദിവസം കാർഡിയോ ചെയ്യാറുണ്ട്. അങ്ങനെ അശ്വിനി ട്രെയിനറാണ് ബേസിക്കലി. സോ നെക്സ്റ്റ് വർക്കൗട്ട് വരുന്നത് യൂണിലാറ്ററൽ ആയിട്ടുള്ള ഒരു പുൾ ഡൗൺ ആണ്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പുള്ളി ഫുള്ള് ടോപ്പിൽ സെറ്റ് ചെയ്യണ്ട. കുറച്ചൊന്ന് താഴേക്ക് ഈ ബെഞ്ചിൻ്റെ ഇൻക്ലൈനോട് അലൈൻ ചെയ്യുന്ന രീതിയിൽ
കേബിൾ സെറ്റ് ചെയ്താൽ മതി. ഫുള്ള് ഏറ്റവും മുകളിൽ കൊണ്ടുപോയി കേബിൾ പുള്ളി കൊണ്ടുപോയി സെറ്റ് ചെയ്യേണ്ട. ഈ ബെഞ്ചിൻ്റെ ഒരു ഇൻക്ലൈൻ കണ്ടില്ലേ, അപ്പോൾ അതിനോട് അലൈൻ ആവുന്ന രീതിയിൽ കേബിൾ കുറച്ച് താഴ്ത്തിയിടുക. സോ ഇതും എൽബോ ക്ലോസ് ചെയ്തിട്ട് ലാറ്റ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ബാക്കിലേക്കൊന്ന് ലീൻ ചെയ്യുക. ഞാൻ സാധാരണ ഡംബൽ വെച്ചിട്ടാണ് ഈ വർക്കൗട്ട് ചെയ്യാറ്. ഡംബൽ 1 arm row ആണ് ചെയ്യാറ്. നിങ്ങളെപ്പോഴും ഇങ്ങനത്തെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ആരുടെയെങ്കിലും ഒരു സൂപ്പർവിഷനോട് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം അശ്വിൻ ട്രെയിനർ ആയതുകൊണ്ട് നമുക്ക് ഈ വർക്കൗട്ട് ചെയ്യുമ്പം അത് ഭയങ്കര ഈസിയാണ് ചെയ്യാൻ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഓൺലൈൻ കോച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും ഫോൺ നമ്പർ എന്തെങ്കിലും കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇത് ചെയ്യുമ്പോഴും ഫോക്കസ് ചെയ്യേണ്ട കാര്യം ഷോൾഡർ ഡിപ്രസ് ചെയ്ത് വെക്കുക, ബാക്കിലേക്ക് ചെറുതായിട്ട് ലീൻ ചെയ്യുക. ഫോക്കസ് എപ്പോഴും എൽബോയിലായിരിക്കണം. ലാറ്റ്സിൽ വേണം ടെൻഷൻ ഫുള്ളായിട്ട് ലോഡ് ചെയ്യാനായിട്ട്. ടെൻഷൻ ഫുള്ളായിട്ട് ലാറ്റ്സിൽ തന്നെ ലോഡ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് വശവും ഫെയിലിയർ വരെ തന്നെ ലോഡ് ചെയ്യുക. ക്ലോസ് ടു ഫെയിലിയർ, ഓൾവേസ് ഡു ക്ലോസ് ടു ഫെയിലിയർ. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ 2 ദിവസം മുമ്പാണ് ഞങ്ങൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ ഓൾറെഡി ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ആദ്യത്തെ ഒരു യൂട്യൂബ് വീഡിയോയാണ്. അപ്പോൾ ഞാൻ യൂഷ്വലി യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഇൻഫർമേഷൻസ് കിട്ടുമെങ്കിലും ഒരു പ്രോപ്പർ ഏതാന്ന് കൃത്യമായിട്ടൊരു ഒരിടത്തും പറഞ്ഞ് ശരിക്കും കേട്ടിട്ടില്ല. അതാണ് ഞങ്ങളുടെ ഒരു മോട്ടിവേഷൻ, ഒരു ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. സോ രണ്ടാമത്തെ സെറ്റ് വരുമ്പോൾ പിന്നെയും നമ്മൾ വെയിറ്റ് കൂട്ടിയിട്ട് പിന്നെയും ക്ലോസ് ടു ഫെയിലിയർ ചെയ്യുമ്പോൾ ഫോമും കാര്യങ്ങളും നന്നായിട്ട് ശ്രദ്ധിക്കുക. ചെറുതായിട്ടൊന്ന് ലീൻ ബാക്ക് ചെയ്യുന്നുണ്ട് പുള്ളി ചെയ്യുന്ന സമയത്ത്, പക്ഷേ ഹോൾഡ് ചെയ്ത് എൻഗേജ് ചെയ്ത് നെഗറ്റീവിൽ അത്യാവശ്യം ഫോക്കസ് ചെയ്ത് തന്നെയാണ് റിലീസ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ സെറ്റും ഞാൻ ഒരു 12 to 15 റെപ്പ് റേഞ്ചിലാണ് ഫെയിലിയർ എത്തിക്കാൻ നോക്കുന്നത്. സോ ആക്ച്വലി 8 reps ധാരാളം മതി, പക്ഷേ ഒരു 8 to 15 റെപ്പ് റേഞ്ച് ഈസ് ഓക്കെ. സോ രണ്ട് സൈഡും ക്ലോസ് ടു ഫെയിലിയർ, എൽബോ നന്നായി ഫോക്കസ് ചെയ്തിട്ട് എൽബോ ക്ലോസ് ടു യുവർ ബോഡി ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈവ് ചെയ്യുക. ചെറുതായിട്ട് ലീൻ ചെയ്യുക. നിങ്ങൾക്ക് കാണാം അവിടെ മസിൽസ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നത്. ലാറ്റ്സ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുക. ഓരോ റെപ്പും നല്ലതായിട്ട് ഫുൾ ഫോക്കസിൽ തന്നെ ചെയ്യുക. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ റെസ്റ്റ് ചെയ്തു, വെള്ളം കുടിച്ചു. അപ്പം എൻ്റെ ബോഡി അത്രയ്ക്കൊരു സ്ട്രെയിൻ ഉണ്ടായില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ 3 സെറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പം നിങ്ങളും ഇടയ്ക്കിടയ്ക്ക് വെള്ളം നല്ലോണം കുടിക്കണം. അപ്പോൾ എൻ്റെ ഫോണിൽ തന്നെ ഞാൻ ഒരു ആപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളം കുടിക്കാൻ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് ഹെൽപ്ഫുള്ളായിരിക്കും. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒക്കെ കുടിച്ചാലാണ് നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് നല്ല സ്കിന്നിനും അത് നല്ലതാണ്. അപ്പോൾ അത്രയും വെള്ളം നമ്മുടെ ഉള്ളിലോട്ട് എന്നും മാക്സിമം എടുക്കണം. അതും നിങ്ങളുടെ ബോഡീനെ മനസ്സിലാക്കിയിട്ട്. അപ്പോൾ അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു പാർട്ട്ണറോ ആരെങ്കിലും ഉള്ളത് എപ്പോഴും നല്ലതാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫേസ് ചെയ്തൊരു ചലഞ്ചെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കും ആക്ച്വലി ഫെയിലായിട്ടുണ്ടാവുന്നു, പക്ഷേ അത് ആക്ച്വൽ ഫെയിലായിട്ടുണ്ടാവില്ല. സോ ഒരു പാർട്ട്ണറോ അല്ലെങ്കിൽ നമ്മൾ സീനിയേഴ്സിൻ്റെ കൂടെയൊക്കെ ആരുടെയൊക്കെ കൂടെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി ഫെയിലിയർ വരെ തന്നെ പുഷ് ചെയ്യും. ചിലപ്പോൾ ഫെയിലിയർ കഴിഞ്ഞിട്ട് 1-2 റെപ്പ് പുഷ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്ഫുള്ളാണ്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് പെയിൻ ടോളറേറ്റ് ചെയ്യാനുള്ളൊരു ഒരു ടോളറൻസും കൂടെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. സോ ഒരു ഫറ്റീഗ് മാനേജ്മെൻറ്റും കൂടെ നിങ്ങൾ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫെയിലിയർ വരെയൊക്കെ പുഷ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒരു 1 year ആവുന്നുള്ളൂ. ഈ ഒക്ടോബർ ആകുമ്പോഴാണ് 1 year ആവത്തുള്ളൂ. അപ്പോൾ എനിക്ക് 1 വർഷമാണ് ഞാനിപ്പം ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് ആ 1 വർഷം നല്ല എഫക്റ്റീവായിരുന്നു. കാരണം കുറച്ചുകൂടെ സ്ട്രെങ്ത്ത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ബോഡി കുറച്ചധികം മാറി. പക്ഷേ സോ ഈ സ്റ്റാർട്ടിങ് 1 year എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ ബിഗൈൻസിൻ്റെ ഒരു ടൈമാണ്. ഈ ബോഡി കുറച്ചധികം മാറി എന്ന് പറയുന്ന ടൈം പീരീഡ് ഏതൊരു ബിഗിനേഴ്സിനും പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു ടൈമാണ്. ന്യൂ ബിഗൈൻസ് അച്ചീവബിൾ ആയിട്ടുള്ള ടൈമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു വെയിറ്റ് ട്രെയിനിങ് ഒക്കെ എക്സ്പോസ്ഡ് ആവുന്നത്. സോ
ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇന്നേ വരെ ഇല്ലാത്തൊരു ചേഞ്ചസ് പെട്ടെന്ന് ഒരു ഫസ്റ്റ് 1 ഇയർ 6 മന്ത്സ് ടു 1 ഇയർ നല്ലൊരു മസിൽ മാസൊക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് വളരെ ഇപ്പോൾ ഇഫ് ന്യൂട്രീഷൻ ഈസ് അപ് ടു ദ മാർക്ക് ആണെങ്കിൽ ന്യൂട്രീഷനൊക്കെ നല്ലോണം ആ സമയത്ത് കൊടുക്കുക, ഒരു പ്രോപ്പർ ഗൈഡൻസും പ്രോപ്പർ സൂപ്പർവിഷൻ, പിന്നെ നന്നായിട്ട് വർക്കൗട്ട്, നന്നായിട്ട് ന്യൂട്രീഷനൊക്കെ ഉണ്ടെങ്കിൽ. നെക്സ്റ്റ് എൻ്റെ വർക്കൗട്ട് ബെൻഡ് ഓവർ റോ ആയിരുന്നു. അപ്പോൾ ഞാൻ ഡമ്പൽ വെച്ചിട്ടാണ് ചെയ്തത്. നമുക്ക് ഡമ്പലിലും ചെയ്യാം, ബാർബലിലും ചെയ്യാം. ഞാൻ ഡമ്പലിലാണ് ബെൻഡ് ഓവർ റോ ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്നതോട് കൂടെ നമ്മൾ നമ്മുടെ ഡയറ്റും നല്ലോണം ശ്രദ്ധിക്കണം. സോ ബെൻഡ് ഓവർ റോ ഞാൻ ബാർബലിലാണ് ചെയ്യുന്നത്. ബെൻഡ് ഓവർ റോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് വർക്കൗട്ട് ചെസ്റ്റ് സപ്പോർട്ടഡ് സീറ്റഡ് റോ ആണ്. ഈ 2 വർക്കൗട്ടും ബേസിക്കലി അപ്പർ ബാക്കിനെ ടാർഗറ്റ് ചെയ്യുന്ന മസിൽസാണ്. ഡിപ്പെൻസ് ഓൺ യുവർ എൽബോ പൊസിഷൻ. ഈ എൽബോ നിങ്ങളോട് ലാറ്റ്സിനോട് ചേർന്നിരിക്കുകയാണെങ്കിൽ അതൊരു ലാറ്റ് ബയസ്ഡ് വർക്കൗട്ട് ആയിരിക്കും. അല്ല എൽബോ കുറച്ച് ബോഡിയായിട്ട് വൈഡായിട്ടിരിക്കുകയാണെങ്കിൽ കൂടുതൽ അപ്പർ ബാക്ക് മിഡ് ബാക്കിനെ ഫോക്കസ് ചെയ്യുന്നത്, ലോവർ ട്രാപ്സ് അതുപോലെ റോംബോയിഡ്സിനെയൊക്കെ ഫോക്കസ് ചെയ്യുന്ന വർക്കൗട്ടായിരിക്കും. സോ വർക്കൗട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നടക്കാൻ പോയി. അടുത്തുള്ളൊരു പാർക്കിൽ നമ്മൾ സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതൊരു വലിയൊരു പാർക്കാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളിവിടെ കാണാനുണ്ട്, മരങ്ങളുണ്ട്, കുറേ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ഡെയിലി സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു പോന്നു. ഓക്കെ, അങ്ങനെ അടുത്ത വീഡിയോ കാണാം. ബൈ.